ബാനു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ബാനുവിന്റെ ഈ ഒരു മൂവിലത്തെ ക്യാരക്ടർ എന്താണ്, ആ എക്സ്പീരിയൻസ് എന്താണ് ഒന്ന് പറയാമോ? ഞാൻ ഈ മൂവിയിലേക്ക് വന്നത് നമ്മുടെ റഫീഖ് ഇതിൽ ത്രൂ ആണ്. അപ്പം ഇതിലെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറുടെ വൈഫായിട്ടാണ്. എന്താ പറയാ, സത്യം പറഞ്ഞാൽ റഫീഖിനെ വിളിച്ച സമയത്ത് ഓന് ഭ്രാന്തായതാണോ എനിക്ക് ഭ്രാന്തായതാണോ മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ വന്ന് നോക്കിയപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കാലം മുന്നേ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ എന്താ പറയാ ഇങ്ങനെയൊക്കെ ആവുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നതല്ല. ജസ്റ്റ് വന്നൊന്ന് അഭിനയിക്കണം എന്നുള്ള ഇതിലാണ്. പക്ഷെ വന്നപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഇതാണെന്നോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന ആ ഒരു ഇതൊന്നും തോന്നിയില്ല. നമ്മള് ജീവിക്കുന്നത് പോലാണ് തോന്നിയത്. എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു റോളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കഥയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഥ. ബാനു പല സിനിമകളും അല്ലെങ്കിൽ പല സീരിയൽസിലും പല ലൊക്കേഷനിലും ചെല്ലുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മുടെ കഥയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേരിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഈ ഒരു കഥയൊക്കെ കൃത്യമായിട്ട് കഥാകൃത്തും ഡയറക്ടറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നമ്മൾക്ക് ആദ്യം ഇതിനെ കുറിച്ചൊരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറെ മാറ്റങ്ങൾ, അത് ഇത് അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാണ്ട് വേറെ മാറ്റങ്ങളില്ലേ, മാറ്റങ്ങളല്ല ഒരുപാട് ഉണ്ടായിരുന്നു. ആ സ്പോട്ടിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ കാണാൻ വായിക്കല്ലോ ക്യാമറക്ക് മുന്നിലൂടെ നല്ല ഇതാണ്. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ തനി നിറം കാണാം.